നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കി കാണുന്ന ആളുകളെ കാണുന്നുണ്ട്. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പല ആളുകളിലും ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ പുതിയ തീരുമാനങ്ങൾ, പുതിയ പ്ലാനുകൾ, പുതിയ വഴി ഇവയൊക്കെ കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ വിദേശത്തേക്ക് പോകണം, നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ഒരു മാറ്റം വേണം, ബന്ധങ്ങളിൽ മാറ്റം വേണം, കൂടാതെ നിങ്ങളുടെ മാനസിക നിലയിൽ ഒരു മാറ്റം വരുത്തണം. അത്തരത്തിൽ നിങ്ങളിൽ പല ആളുകളും പുതിയ ഒരു ദിശയിലേക്ക് നീങ്ങാനായിട്ട് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് കൂടുതൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത നിങ്ങളിൽ പലരിലും ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. വ്യക്തി എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രായമായ, വളരെയധികം അറിവും ജ്ഞാനവും ഒക്കെയുള്ള ഒരു പുരുഷ എനർജിയാണ് കാണുന്നത്. ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഉപദേശങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുകയും പിന്തുടരുകയും ചെയ്താൽ അത് നിങ്ങളെ ശരിയായ ദിശയിലൂടെ നയിക്കാനായിട്ട് സഹായകമാവും എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നെഗറ്റീവ് എനർജിയുടെ പിടിയിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ ചില മോശം വ്യക്തികളുടെ പിടിയിലായിരിക്കാം നിങ്ങളുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുശ്ശീലങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഭയം, പഴയകാല ഓർമ്മകൾ, കൂടാതെ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ചില ബന്ധങ്ങളിൽ, സാഹചര്യങ്ങളിലൊക്കെ മനസ്സില്ലാ മനസ്സോടെ നിൽക്കേണ്ടി വരിക. അത്തരത്തിൽ തീർത്തും മുന്നോട്ട് പോവാനായിട്ട് കഴിയാതെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ അതിനെയൊക്കെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷേ വിടാൻ പറ്റാത്ത രീതിയിൽ അത് നിങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ആ ചങ്ങലയെ പൊട്ടിച്ചു മാറ്റാനുള്ള ആ ഒരു ശക്തി അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നാണ്. ഇവിടെ തീർച്ചയായിട്ടും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വന്ന് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം ചില സംഘർഷങ്ങൾ നേരിടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അവിടെ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ, പരസ്പരം മത്സരിക്കുക, കൂടാതെ പലതിലും ഒരു വ്യക്തത ഇല്ലാത്തൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അതുമൂലം ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളിൽ നിരാശ, അസ്വസ്ഥത, ദേഷ്യം ഇവയൊക്കെ ഉണ്ടാവുന്നുണ്ടാവാം. നിങ്ങളുടെ മനസ്സും ചിന്തകളും വ്യത്യസ്ത ദിശകളിലൂടെ ആയിരിക്കാം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നതെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾ നിയന്ത്രിക്കുക. അതായത് ശാന്തമായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ക്ഷമയോടെ കാര്യങ്ങൾ നോക്കിക്കാണുക. കൂടാതെ നിങ്ങൾ പരസ്പരം കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ പഠനം, ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിനുള്ള നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്നൊരു ഫലം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ക്ഷമയില്ലാതെ എടുത്തു ചാടി വേഗത്തിൽ മുന്നോട്ട് പോവാതെ അവിടെ ശാന്തമായിട്ട് ക്ഷമയോടെ പടിപടിയായിട്ട് മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ അവിടെ വലിയൊരു വിജയം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട്
ഉണ്ടെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളിലേക്കൊരു നീതി എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ, കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ നല്ല മനസ്സിനെ മറ്റുള്ളവർ മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള സന്തോഷങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിട്ടുകളഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് മുന്നിലുള്ള സന്തോഷങ്ങളെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും സ്നേഹം നഷ്ടപ്പെട്ടതിലുള്ള ഒരു സങ്കടമായിരിക്കാം ഉള്ളത്. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ട ആ ഒരു സ്നേഹത്തെക്കുറിച്ച് വിഷമിക്കാതെ നിലവിൽ ആരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അവരെ കാണാനും അവരുടെ സ്നേഹത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളിലെ മാനസികമായിട്ടുള്ളതായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും അതേപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ മാറി ആ ഒരു കാര്യത്തെ നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ വിജയവും സമൃദ്ധിയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ പല കാര്യങ്ങളിലും വളരെയധികം ആത്മവിശ്വാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.